ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് വരുണിനെ ആൺവേഷത്തിൽ കല്യാണി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ സരയും മനോഹറും കാറിൽ വന്ന് ഇറങ്ങുന്നത്. കാറിൻ്റെ ഹോണടി കേട്ടപ്പോൾ തന്നെ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. കല്യാണി വിഷമത്തോടെ പറയാണ്, മനോഹറാണെന്ന് സംശയമുണ്ട് വരുണിനോട്. അത് കേട്ട് വരുണും പറയാണ്, അയ്യോ അങ്ങനെയാണെങ്കിൽ അവനെന്നെ കണ്ടതാ വീട്ടിൽ വെച്ച്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ മുഖം കൊടുക്കാതെ അകത്തേക്ക് പോയിക്കോ. എന്നാൽ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ സരയു അവൻ കയറി പോകുന്നതാണ് കാണുന്നത് വരുൺ. അപ്പോൾ സരയു മനുവിനോട് പറയാണ്, ഇതേ നോക്കിയ മനുവേട്ടാ, അവൾ ഏതോ ഒരുത്തനോടൊപ്പമാണ് വന്നിട്ട് ഇറങ്ങിയത് കാറിൽ. അതിനെന്താ സരയു, മനോഹർ ചോദിക്കുകയാണ്. അപ്പോൾ സരയു, ഭർത്താവ് കിടപ്പിലായി, അപ്പോൾ ഇപ്പോൾ ഏതോ ചെറുപ്പക്കാരനെ വലയിലാക്കിയെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അവനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, കമ്പനി പോലും അവളുടെ പേരിലാണ്. അപ്പോൾ സുമുഖനും സുന്ദരനുമായ ഏതോ ഒരു ചെറുപ്പക്കാരനെ അവൾ സ്വാധീനിച്ചു കാണും. അപ്പോൾ തന്നെ മനോഹർ പറയാണ്, കല്യാണി അങ്ങനത്തെ ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ചരിത്രം മോശമാണ് മനുവേട്ടാ. പുളിങ്കൊമ്പ് കണ്ടാൽ അവൾ വിടത്തില്ല. അങ്ങനെയല്ലേ അവൾ കിരണിനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞത്. അന്നേ അവൻ്റെ അച്ഛൻ പറഞ്ഞതാ, അവളെയും കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ നാശം തുടങ്ങുമെന്ന്. അന്നേ അവളുടെ അച്ഛൻ പറഞ്ഞതാ, അവനെ കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ നാശം തുടങ്ങിയെന്ന്. ഇപ്പം അത് സത്യമായില്ലേ. ഇനി കല്യാണിക്കൊപ്പം പോയത് ബൈജു ആണെങ്കിലോ? ബൈജു ഒന്നുമല്ല, ബൈജുവിനെ കണ്ടാൽ എനിക്കറിയാലോ. അതുമാത്രമല്ല, അവനെയും ആ പാറുവിനെയും കുറേ നാളായി അവിടെ കണ്ടിട്ട്. മറ്റേതോ ചെറുപ്പക്കാരനാ, ഏതെങ്കിലും സിവിൽ എഞ്ചിനീയറോ മറ്റോ ആയിരിക്കും. കിരണിൻ്റെ സഹായം ഇല്ലാത്തതുകൊണ്ട് കൺസ്ട്രക്ഷൻ കമ്പനി നോക്കാൻ ആൾ വേണമല്ലോ. അതിന് പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമായിരിക്കും. അത് കേട്ട് മനോഹർ പറയാണ്, അതെ, നമ്മൾ വെറുതെ ഓരോന്നും സങ്കല്പിച്ചൊന്നും പറയണ്ട. അവൾ ആളത്ര ശരിയല്ലാന്ന് എനിക്കും അറിയാം. പിന്നെ നമ്മൾ ഇന്നോ നാളെയോ ഈ നാട്ടിൽ നിന്ന് പോവുമല്ലേ, അതുകൊണ്ട് ആ സൈഡിലോട്ട് നോക്കാത്തതാണ് നല്ലത്. മോള് വാ, വാ. പിന്നെ കല്യാണി നേരെ കിരണിൻ്റെ മുറിയിലേക്ക് പോയിട്ട് പറയാണ്, കിരണേട്ടൻ കാണാൻ ആഗ്രഹിച്ച ഒരാൾ എൻ്റെ കൂടെയുണ്ട്. അതാരാ? അപ്പോഴേക്കും വരുൺ അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് പറയാണ്, ഞാനാ കിരണേട്ടാ. ആഹാ, വരുണോ? കയറി വാ. തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോട്ടോയിൽ ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. തൻ്റെ പെൺവേഷം ഏതായാലും തകർക്കാണ് കേട്ടോ. അഭിനയം അടിപൊളിയായിട്ട് പോവാണല്ലേ, തരക്കേടില്ലാതെ പോവുക. അപ്പോൾ കല്യാണി, ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ വന്ദനയുടെ ഭർത്താവാകാൻ പോകുന്ന ആളും അവൻ്റെ ഭാര്യയും കൂടി പോകുന്നത് കണ്ടു. അയ്യോ, അവൻ വരുണിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. എൻ്റെ മുഖം കണ്ടില്ല. എൻ്റെ മുഖം കാണിക്കാൻ പറ്റില്ല കിരണേട്ടാ. നേരത്തെ ഒരിക്കൽ അപ്രതീക്ഷിതമായിട്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ഈ രൂപത്തിൽ കണ്ടതാ. അത് പിന്നെ മാമൻ്റെ മോനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടത്. അന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പേരിട്ടു, ജാമ്പവാൻ. അത് കേട്ട് കിരൺ ചോദിക്കുകയാണ്, ജാമ്പവാനോ? പെൺകുട്ടികളെ ചതിക്കുകയും വഴിതെറ്റിക്കുകയും അതുപോലെ തന്നെ അവരുടെ സങ്കടം കാണാതെ നടക്കുകയും ചെയ്യുന്ന ഒരുത്തൻ്റെ ഭാവിയിൽ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് ഇതിൽ ഭയങ്കര സന്തോഷമേ ഉള്ളൂ. എനിക്കിതിലൊന്നും പങ്കാളിയാവാൻ പറ്റുന്നില്ല, അതാ എൻ്റെ വിഷമം. അങ്ങനൊരു വിഷമമൊന്നും വേണ്ട. നടക്കുന്ന കാര്യങ്ങൾ കമൻഡർ പറയുന്നത് പോലെ ഞാൻ വന്നിവിടെ പറയുന്നത്. എങ്കിലും വന്ദനയും മനോഹറും തമ്മിൽ നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം നടക്കുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തെ കാഴ്ചകൾ വെറും കമൻഡറിലൂടെ കേട്ടിട്ട് കാര്യമില്ല. അത് നേരിട്ട് തന്നെ കാണണം. അന്നത്തെ ദിവസം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപടി കാണാം. പിന്നെ കിരൺ വരുണിൻ്റെ അടുത്ത് വന്ന് പറയാണ്, വരുണിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നതിന്. വരുൺ പറയാണ്, ഇങ്ങനെ ഒരു സഹായം ഞാൻ ചെയ്തില്ല എങ്കിൽ എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമായിരുന്നോ? കല്യാണി ചേച്ചിയും കൂട്ടരും കൂടി എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കാണിച്ചു തന്നില്ലേ. അവൾ വളരെ നല്ല കുട്ടിയാണ്, നിത. മനോഹറിൻ്റെ ചതിയിൽപ്പെടാതെ അവളെ രക്ഷപ്പെടുത്തിയതിന് ഞാൻ കല്യാണി ചേച്ചിയോട് നന്ദി പറയാം. കിരൺ പറയാണ്, ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളണം. ഇവിടെ ഒരു തൊപ്പി ഇരിപ്പുണ്ട്, പിന്നെ ഒരു മാസ്കും ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് പോയാൽ മതി. ശരി കിരണേട്ടാ. പിന്നെ കല്യാണി പറയാണ്, എന്തായാലും ആദ്യമായിട്ട് വന്നതല്ലേ ഇങ്ങോട്ട്, ഞാനൊരു ചായ എടുക്കാം. കല്യാണി ചായ ഉണ്ടാക്കാൻ പോയ ടൈമിൽ വരുൺ പറയാണ് കിരണിനോട്, കിരണേട്ടാ, ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടിയതിന് കിരണേട്ടൻ ദൈവത്തിനോട് നന്ദി പറയണം. അതുപോലൊരു ഭാഗ്യം നിധിയെ കിട്ടുന്ന വരുണിനും ഉണ്ടാവട്ടെ. പിന്നെ കാണിക്കുന്നത് ജെറിയെയാണ്. അവിടെ വിക്രം ഉണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് ജെറി പറയാണ്, സംശയമൊന്നും വേണ്ട, എന്തായാലും ചന്ദ്രസേനൻ്റെ ആൾക്കാർ തന്നെ ഇത് ചെയ്തത്.
എന്ന് വെച്ചാൽ രാഹുൽ അങ്കിളുടെ വീടും പരിസരമൊക്കെ ചന്ദ്രസേനൻ്റെയും ആൾക്കാരുടെയും നിരീക്ഷണത്തിലാണ്. അതുകൊണ്ടാണ് അയാൾ അവിടെ വന്നത് കൃത്യമായിട്ട് അവർ അറിഞ്ഞത്. അപ്പോൾ വിക്രം പറയാണ്, ഞങ്ങൾ പല പദ്ധതികളും പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനൊക്കെ തടസ്സം അവളാണ്. ആ കിരൺ വീണതുകൊണ്ട് ഇനി നമ്മൾ ഭയക്കേണ്ടത് പണവും സ്വാധീനമുള്ള ആ ചന്ദ്രസേന തന്നെയാണ്. എനിക്കൊട്ടും ഭയമൊന്നുമില്ല. ചന്ദ്രസേനൻ്റെ കാര്യത്തിൽ നമുക്ക് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം. മകനെ പോലെ തന്നെ അച്ഛനെയും കിടത്താം നമുക്ക്. അല്ലെങ്കിലും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അയാളെ അങ്ങ് പറഞ്ഞു വിട്ടാലോ? ഈ നാട്ടിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ. വിക്രം പറയാം, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഞാൻ പറഞ്ഞല്ലോ, കിരൺ വീണിട്ടും കാർത്തികയ്ക്ക് കൂട്ടായി നിൽക്കുന്നത് കല്യാണിയും ഈ പറയുന്ന ചന്ദ്രസേനും ആണ്. ഇന്നലെ വന്ന ചേച്ചിയെ കല്യാണി ചേർത്തി നിർത്തിയിരിക്കുക. കാർത്തിക അവളുടെ കഴിഞ്ഞ കാലം മുഴുവനും കല്യാണിയോടും കിരണിനോടും പറഞ്ഞു കഴിഞ്ഞു കാണും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണിയും കിരണും കാർത്തികയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും നല്ല ധൈര്യം കൊടുത്തിട്ടുണ്ടാവും. വിക്രം പറയാണ്, കുറച്ച് നാളത്തേക്ക് രാഹുൽ അങ്കിള് നമ്മളൊപ്പം കാണില്ല. അതുപോലെയാണ് അദ്ദേഹത്തെ ഗുണ്ടകൾ തല്ലിച്ചതച്ചത്. ആരല്ലടാ വിക്രം, രാഹുൽ അങ്കിള് കിടക്കുന്നതിനേക്കാൾ വഷളായിട്ട് നമുക്ക് ചന്ദ്രസേനൻ അങ്കിളിനെയും കിടത്താം. കിരണിനും ചന്ദ്രസേനനും പറ്റിയ ദുരന്തം ഓർത്ത് കല്യാണിയും അമ്മയും വെറുതെ നിൽക്കില്ല. അതിനൊക്കെ കാരണക്കാരി കാർത്തികയാണെന്നറിയുമ്പോൾ അതിന് അവളെ സംരക്ഷിച്ച നമ്മൾ വീണപ്പോൾ കല്യാണി ഉൾപ്പെടെയുള്ളവർ പിന്നീട് കല്യാണിയും മറ്റുള്ള ആൾക്കാരും കാർത്തികയെ വെറുത്തു കാണും എന്ന് മാത്രമല്ല, അവർ അവളെ അകറ്റി നിർത്തുകയും ചെയ്യും. അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് കൊണ്ടെത്തിക്കണം. പോകാം. വരുൺ ഫോണെടുത്ത് മനോഹറിന് മെസ്സേജ് അയക്കാണ്. മനോഹർ ഫോണെടുത്ത് നോക്കുമ്പോൾ കാണുന്നത്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം. അങ്ങനെ രണ്ടുപേരും മെസ്സേജ് മാറി മാറി അയക്കുകയാണ്. കാണണം എന്ന് തോന്നിയത് കൊണ്ടാണ് മെസ്സേജ് അയച്ചത്. റിസ്ക് എടുക്കണ്ട, നിനക്ക് വേണ്ടി എത്ര റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ് മോളെ. പിന്നെ മനോഹറിന് സമാധാനം കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ കോൾ ചെയ്യാണ്. അതെ മോളു, ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യമായിട്ട് വന്നേ പറ്റൂ എന്നൊരു മെസ്സേജ് ഇട്. ഞാനേ വന്ദന എന്നുള്ള പേരോ നമ്പറോ ഒന്നും മൊബൈലിൽ സേവ് ചെയ്തിട്ടില്ല. ഞാൻ മോൾക്ക് വേറൊരു പേരിട്ടിട്ടുണ്ട്. എന്താണെന്ന് കേൾക്കണോ? എന്നാ കേട്ടോ. വരുൺ. വരുൺ മനസ്സിൽ ചിന്തിക്കാണ്, ഇത്ര കൃത്യമായിട്ട് തന്നെ അവൻ എൻ്റെ പേര് തന്നെയാണല്ലോ സേവ് ചെയ്തിരിക്കുന്നത്. ശരി മോളു. മനോഹറിൻ്റെ അടുത്ത് അപ്പോൾ ഷാരി വന്ന് നിൽപ്പുണ്ടായിരുന്നു. മനോഹർ തിരിഞ്ഞു നോക്കുമ്പോൾ ഷാരിയെ കാണാണ്. ഷാരിയോട് ചോദിക്കുകയാണ്, കേട്ടായിരുന്നോ പറഞ്ഞതൊക്കെ? ഞാനീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് എന്നെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് അവളോട് തന്നെ ഞാൻ പറയായിരുന്നു ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയക്കാൻ. എവിടെ വേണമെങ്കിലും അവളെ ഇങ്ങോട്ട് പോയിക്കോ. എന്തായാലും കല്യാണത്തോടെ നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മതി. മനോഹർ എണീറ്റ് ഷാരിയോട് പറയാണ്, ദേ ഒരു സൗജന്യമാണ് ഞാൻ ചെയ്യുന്നത്, അലമ്പാക്കി കളയാതെ മുന്നിൽ നിന്ന് തന്നെ നടത്തി തരണം. അതൊക്കെ നടത്തി തന്നോളാം. എഴുന്നേൽക്കാൻ വയ്യാതൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടല്ലോ, അയാളെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണെങ്കിലും കൊണ്ടുവന്നോ. നിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ വേണമെങ്കിൽ നിനക്കൊരു അമ്മയെ സംഘടിപ്പിച്ചു തരാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അത്യാവശ്യ ആൾക്കാരെയൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ കുറച്ച് പേരെ ഒന്ന് വിലക്കെടുക്കാൻ നോക്ക്. അപ്പോൾ പിന്നെ വലിയ തരക്കേടില്ലാതെ നമുക്കതങ്ങ് നടത്താം. പിന്നെ ഒരു കാര്യമുണ്ട്, അയലത്തുള്ളവർ ഇതറിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ എൻ്റെ കെട്ട് നടക്കില്ല. അവരോടൊക്കെ നീ സത്യം പറഞ്ഞാലും ഞങ്ങൾ പറയത്തില്ല. കാര്യത്തിൽ നിനക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. പിന്നെ എടാ, എൻ്റെ മോള് നിനക്ക് വല്ല സ്വർണവും പണവും തന്നായിരുന്നോ? അത് നിങ്ങൾക്ക് നിങ്ങളുടെ മോളോട് ചോദിച്ചൂടെ, എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഞാനിപ്പോൾ തന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. എടാ, എൻ്റെ മോള് ഞങ്ങളോട് സത്യമൊന്നും പറയില്ല. അവൾക്കിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം അത് നിന്നെയാണ്. അതുകൊണ്ട് നീ അവളോട് പറയരുത് എന്ന് പറയുന്നൊരു കാര്യം അവൾ ഒരു കാരണവശാലും ഞങ്ങളോട് പറയത്തില്ല. എനിക്ക് നിങ്ങളെ ഒന്നും വിശ്വസിപ്പിക്കാനില്ല. ഞാൻ നിങ്ങളുടെ മോളുടെ കയ്യിൽ നിന്നും കാരണ വാങ്ങിയിട്ടില്ല. അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വർണം തരാം, പണം തരാം എന്നൊക്കെ. പക്ഷേ ഞാനിപ്പം കെട്ടാൻ പോകുന്ന പെണ്ണിന് 10-200 100-500 കോടിയുടെ ആസ്തിയുണ്ട്. ഇപ്പം തന്നെ എനിക്ക് 7 കോടി തന്നു കഴിഞ്ഞു. പിന്നെ എന്തിനാ ഞാനിങ്ങനെ നക്കാപ്പിച്ച വാങ്ങിക്കാനായിട്ട് നടക്കുന്നത്? ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു ലോട്ടറിയാണ്. 4-5 കല്യാണം നടക്കുന്നതിന് തുല്യമാണ്. പൂർവാധികം ഭംഗിയായിട്ട് നടക്കണം, എനിക്കത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്നത്. അപ്പോൾ മനോഹർ ഫോൺ നോക്കിയിട്ട് പറയാണ്, ആഹാ മെസ്സേജ് വന്നു, ബിസിനസ് മീറ്റിംഗ് ആണ്, ചെല്ലണം എന്നും പറഞ്ഞ്. ഇനി ഇതൊന്ന് മോളെ കാണിക്കണം, അവളെ കൊണ്ടൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കണം, അത്രയേ ഉള്ളൂ. അല്ല ഷാരി ചോദിക്കുക, അവൾ കൂടെ വന്നാലോ?
അവൾ വരാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നടുവേദനയോ തലവേദനയോ ആയിട്ട് അഭിനയിക്കണം. ഒരു തരത്തിലും വയ്യ എന്ന് പറയണം. മനസ്സിലായോ? അവൾ അങ്ങനെയൊന്നും പറയില്ല. കോടികളുടെ ചെക്ക് ഞാൻ അവളെ കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൾ പോകാൻ പറയും. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അമ്മായിയമ്മ അവശത കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ കാണിക്കുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കിരണിനെയാണ്. കിരണിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ട് കല്യാണി ചോദിക്കുകയാണ്, ആഹാ, ഇതെവിടെ പോകാനാണ് ഡ്രസ്സൊക്കെ മാറ്റുന്നത്? കിരൺ ചിരിച്ചുകൊണ്ട് കല്യാണിയുടെ അടുത്ത് വന്ന് ഇരുന്നു. എന്നിട്ട് വിളിക്കുകയാണ്, മോളെ കല്യാണി, ഇതിനകത്തിരുന്ന് എനിക്ക് മടുത്തടി, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ചുറ്റിയിട്ട് വരാം. അത് അപകടമല്ലേ? ഈ സമയത്ത് നമ്മളെ ആര് കാണാനാ? എങ്കിൽ തന്നെ നമ്മൾ കാറിനകത്തല്ലേ പോകുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു കോണിലേക്ക് പോകാം. എന്നിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിലൊക്കെ കയറി കട്ടനൊക്കെ അടിച്ചിട്ട് വരാം. വല്ലാത്തൊരാഗ്രഹമാണല്ലോ. അയലത്തെ വീട്ടിലുള്ളവരൊക്കെ ഉറങ്ങിക്കാണും. കിരണേട്ടൻ ഡ്രൈവ് ചെയ്യാനുള്ള പരിപാടിയാണോ? അല്ല, ഞാൻ ടാക്സി വിളിക്കാം. അപ്പോൾ പിന്നെ കാറും അവർ തിരിച്ചറിയത്തില്ലല്ലോ. പോകണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ എത്ര ദിവസമായിട്ട് ഞാൻ അകത്തേനെ ഇരിക്കുക. വിഷുവിൻ്റെ അന്നാ ഞാനൊന്ന് പുറത്തിറങ്ങിയത്, അതും ഇവിടുന്ന് അമ്മയുടെ അടുത്ത് വരെ. ഈ അഭിനയം മതിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കാടോ. ഒരിക്കലും വേണ്ട. കിരണേട്ടൻ ആരോഗ്യത്തോടെ പുറത്തിറങ്ങുന്നത് എനിക്ക് പേടിയാണ്. എന്നിട്ട് നീ പുറത്തിറങ്ങി നടക്കുകയാണല്ലോ. എനിക്കും എന്നെപ്പോലെ തന്നെ ഭീഷണി ഉണ്ടല്ലോ. വെറുതെ വാശിയൊന്നും പിടിക്കേണ്ട കിരണേട്ടാ. ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ, ഇടയ്ക്കിടയ്ക്ക് എന്നെ പുറം ലോകം കാണിക്കണം. ഇതുപോലെ രാത്രി നേരത്തെങ്കിലും. എനിക്ക് ആ വിക്രത്തെയാണ് പേടി. അവനും അവൻ്റെ കൂട്ടുകാരൊക്കെ കറങ്ങി നടക്കുന്ന സമയമായത്. അതിന് വേറെ വരുമാന മാർഗമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മോഷണമൊക്കെയായി അവൻ ചുറ്റി നടക്കുമായിരിക്കും. അങ്ങനെ പേടിച്ചിരുന്നാൽ പുറത്തോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ വാ, ഇറങ്ങാം. നിനക്ക് ഡ്രസ്സൊന്നും മാറ്റണ്ടേ? ഈ രാത്രിയിൽ ഇനി ആര് കാണാനാ? അതുകൊണ്ട് ഈ വേഷമൊക്കെ മതി. എന്നാൽ പിന്നെ പോകാം. ഓരോരോ ആഗ്രഹങ്ങളെ. എനിക്കകത്ത് ഏത് നേരവും ഇങ്ങനെ ഇരുന്ന് തന്നെ നോക്കണം. അപ്പോഴേ അറിയൂ അതിൻ്റെ ബുദ്ധിമുട്ട്. കേട്ട് കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ്, ശരി, വാ പോകാം. മനോഹർ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ സരയു ബെഡൊക്കെ ഷീറ്റ് മാറ്റി പിരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ മനോഹർ പുറത്തു നിന്നുകൊണ്ട് തന്നെ ആലോചിക്കുകയാണ്, ഇനി ഈ സാത്താനെ എന്ത് പറഞ്ഞുകൊണ്ടാണോ വിശ്വസിപ്പിക്കേണ്ടത്. മനോഹർ അടുത്ത് വന്ന് വിളിക്കുകയാണ്, മോളു. എന്താ മനോട്ടാ? മോളു ഈ മെസ്സേജ് ഒന്ന് നോക്കിയേ. മെസ്സേജ് നോക്കിയിട്ട് സരയു പറയാണ്, നാളെ 10 മണിക്ക് മീറ്റിങ്ങോ? നോക്ക്, നാളെ 10 മണിക്കാണോ എന്ന്. അയ്യോ, 10 PM ആണല്ലോ. ഇപ്പോഴോ? 2 വിദേശികൾക്ക് നാളെ രാവിലത്തെ 10 ഫ്ലൈറ്റിന് പോകണമെന്ന്. അതിനു മുമ്പ് പെട്ടെന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതാണ്. എന്ത് ചെയ്യാനാ, എൻ്റെ ജോലിയുടെ സ്വഭാവം അതായിപ്പോയില്ലേ. നമുക്ക് ബുദ്ധിമുട്ടായല്ലേ? സരയു വിഷമത്തോടെ പറയാണ്, മനുവേട്ടൻ അധ്വാനിക്കുന്നത് എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ടല്ലേ. മനസ്സിലാക്കേണ്ട മനുവേട്ടാ. സത്യം പറയാലോ, മോളുവിനെ പോലെ ഒരു ഭാര്യനെ കിട്ടിയതാ എൻ്റെ സന്തോഷം. മിക്ക പെൺകുട്ടികൾക്കും അവരുടെ കാര്യം നടക്കണം. അതും ലാവിഷായിട്ട്. പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ആ ആണിനെ കഴിവില്ലാത്തവനായിട്ട് ചിത്രീകരിക്കും വിവരദോഷികൾ. അതേ സമയത്ത് ഭർത്താവ് ജോലി ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന മോളുവിനെ പോലെയുള്ളവർ വളരെ കുറച്ചേ കാണും. അപ്പോൾ അത് കേട്ട് സരയു സന്തോഷത്തോടെ ചിരിക്കുകയാണ്. മനുവേട്ടൻ സ്വന്തം അധ്വാനം കൊണ്ടാണ് ഇത്രയും വളർന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു ഭാര്യ വന്നപ്പോൾ മനുവേട്ടൻ്റെ സകല കാര്യങ്ങളും മുരടിച്ചു എന്ന് ആരും പറയാൻ പാടില്ല. അല്ല, മനുവേട്ടൻ പോയിട്ട് എപ്പോഴാണ് വരുന്നത്? ഇന്ന് തന്നെ വരില്ലേ? അത് ഞാൻ പിന്നെ പരമാവധി നോക്കാം. ഹോട്ടലിലേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ മോളുവിനെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. മനുവേട്ടൻ വരുമെങ്കിൽ ഞാൻ അലാറം വെച്ച് കിടന്നോളാം. അങ്ങനെ കൃത്യസമയമൊന്നും പറയാൻ പറ്റില്ല മോളു. എന്നാൽ പിന്നെ സാരമില്ല. മനുവേട്ടന് കംഫർട്ടായിട്ടുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനില്ല എന്ന് കരുതി ഉറങ്ങാതെ ഒന്നും ഇരിക്കല്ലേ. പെട്ടെന്ന് ഉറങ്ങണേ. ശരി മനുവേട്ടാ. അപ്പം മനുവേട്ടൻ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്, പറയാണ്, എന്നാൽ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് പോയിട്ട് വരാം. ശരി, ബായ് മോളു. അതേസമയം സരയു മനസ്സിൽ ചിന്തിക്കാണ്, പാവം മനുവേട്ടൻ. കല്യാണിയും കിരണും അതേസമയം തട്ടുകടയിൽ കയറിയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കുകയാണ്. വരുൺ കാറിലുണ്ടായിരുന്നു. അപ്പോൾ മനോഹറിനെ തന്നെ നോക്കുകയാണ് വരുൺ. അതായത് കല്യാണിയും കിരണും ചായ കുടിക്കുന്ന അതേ തട്ടുകടയിൻ്റെ മുമ്പിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലൈമാക്സ് പൊളിഞ്ഞു പോകും എന്നുള്ള രീതിയിൽ വരുൺ മനോഹറിനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളു? ആ വണ്ടി അവിടെ വന്ന് നിർത്തിയതും അതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങാത്തത് കണ്ടപ്പോഴും വണ്ടിയെ കണ്ടപ്പോഴും ഏകദേശം കിരണിന് മനസ്സിലായി. കിരൺ അവിടുന്ന് ചായ ഗ്ലാസ് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് പോയി വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. എന്ത് പറ്റി മോളു? അപ്പോഴാണ് അവൾ കല്യാണിയെ കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത്.
ഓ കല്യാണി കുഴഞ്ഞല്ലോ. അപ്പോൾ കല്യാണിയുടെ അടുത്തേക്ക് മനോഹർ പോയി. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എന്താടാ ആരാ ഇത്? ഇതെൻ്റെ കസിനാ വന്ദന. കസിനോ? ശരിയാണോ ഇവൻ പറയുന്നത്? വരുണിനോട് ചോദിക്കുകയാണ്. അതെ, വരുൺ പറയാണ്. ഇവനൊരു കുഴപ്പമുണ്ട്. ലോകത്തുള്ള സകല പെണ്ണുങ്ങളെയും സ്നേഹിച്ച് നടക്കുന്ന ഒരുത്തനാണ് ഇവൻ. നോക്കിയും കണ്ടും വേണം ഇവനൊപ്പം നടക്കാൻ. കിരൺ സാറ് കാറിനകത്ത് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എന്താ ഇരുന്നൂടെ? എല്ലാവരും കൂടെ ഒരിടത്ത് കിടത്തിയല്ലോ കിരണേട്ടനെ, എന്ന് വെച്ച് മുറിക്കകത്ത് തളച്ചിടാൻ പറ്റുമോ? എന്നിട്ട് മനോഹർ വരുണിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കല്യാണിയുടെ ഹസ്ബൻഡാണ് കാറിനകത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കുട്ടിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവനെ സൂക്ഷിക്കണം. എന്നാൽ പിന്നെ മുങ്ങാനൊന്നും നോക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ട് പോ. കല്യാണി പോയി കഴിഞ്ഞപ്പോൾ മനോഹർ വരുണിനോട് പറയാണ്, കണ്ടോ നമ്മളെ തമ്മിൽ തെറ്റിക്കാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇവളുടെ ഭർത്താവിനെ ഏതൊക്കെയോ ഗുണ്ടകൾ ചേർന്ന് തല്ലിയതാ. ഇവള് തന്നെ തല്ലിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവനെ അവൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഒരിടത്ത് കിടപ്പാ, എന്നിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇപ്പോൾ അവൾക്ക് എന്നെ വേണം. നമ്മളെ തമ്മിൽ കണ്ടപ്പോൾ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണോ വന്ദന എന്ന് അവൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ പെണ്ണ് കെട്ടി നടക്കുന്നവനാണെന്ന് പറയുന്നത്. അപ്പോൾ വരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഏതായാലും നിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാടാ. പറഞ്ഞു പോയിട്ടുള്ള കല്യാണി ചേച്ചിക്കും അറിയാം. മോളെന്താ ചിന്തിക്കുന്നേ? അവൾ പറഞ്ഞതിൽ സത്യമുണ്ടെന്നാണോ? അല്ല എന്ന് പറഞ്ഞ് വരുൺ തലയാട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.